ആന്റിയെ കാണാനാ ഞാൻ ഓടി വന്നത്. എന്നെ കാണാനോ? എന്നാ വാ. ആന്റി ഒത്തിരി താങ്ക്സ് ആന്റി. താങ്ക്സോ? എന്തിനാ കവൻ താങ്ക്സ് ഒക്കെ പറയുന്നത്? ഇന്ന് ഞാനാണ് ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചത്. വാവ്, ആണോ? അതെ അമ്മേ, എനിക്ക് ഫുൾ മാർക്ക്, കവിന് ഫുൾ മാർക്ക്. കൺഗ്രാറ്റുലേഷൻസ് കവൻ, സൂപ്പർ, കലക്കിയല്ലോ നീ. ഇതിന്റെ കാരണക്കാരി ആന്റിയാ. ആന്റി പറഞ്ഞ സ്റ്റൈലിൽ പഠിച്ചോണ്ടാ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയത്. ഒരുപാട് സന്തോഷമുണ്ട് കവൻ. ആന്റി കാരണം ഞാനിപ്പോ ഹാപ്പി ആയിരിക്കുന്നത്. എനിവേസ് കൺഗ്രാറ്റുലേഷൻസ്. ഈ ക്ലാസ് ടെസ്റ്റിൽ മാത്രമല്ലാതെ എല്ലാ ടെസ്റ്റിലും എല്ലാ എക്സാമിലും നീ മാർക്ക് വാങ്ങണം. അതിന് എന്റെ അഡ്വാൻസ് ആശംസകൾ. താങ്ക് യു. മിടുക്കൻ. ഒന്ന് എണീറ്റ് നിന്ന്. എന്തിനാ? എണീറ്റ് നിക്കാനല്ലേ പറഞ്ഞേ? എന്റെ പൊക്കത്തിൽ നിക്കാൻഡി. എന്തിനാ? എന്റെ പൊക്കത്തിൽ നിക്ക്. ഇന്ന് ക്ലാസ് റൂമില് എല്ലാവരും ക്ലാപ്പ് ചെയ്യുമ്പോ എനിക്ക് എത്ര സന്തോഷമായെന്ന് അറിയോ? അപ്പൊ ഞാൻ ആന്റിയെ ഓർത്തത്. ആന്റി എന്നോട് പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് ചെയ്തോണ്ട് ആ ലെസൺ പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടില്ലായിരുന്നു. ഇന്നലെ ആന്റി എന്നോട് ഹഗ് ചെയ്യട്ടെ ചോദിച്ചില്ലേ? അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ക്ലാസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചിട്ട് ഹഗ് തരാന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടാ ഇപ്പൊ ഹഗ് ചെയ്തേ. ഇന്ന് എല്ലാവരും എന്നെ നോക്കി ക്ലാസ്സിൽ ക്ലാപ്പ് ചെയ്തതിന്റെ കാരണം ആന്റിയാ. ആന്റിക്ക് എന്ത് വേണമെന്ന് പറ, ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞ് ഗിഫ്റ്റ് ആയിട്ട് തരാം. ഒന്നും എനിക്ക് വേണ്ടടാ. നീ ഇങ്ങനെ മെടുക്കനായിട്ട് നന്നായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങിയ എനിക്ക് അത് തന്നെ മതി. വേറൊരു കാര്യം പറയട്ടെ? എന്താ? പറ. ഞാനും ആന്റിയും രണ്ടുപേരും ഫ്രണ്ട്സാ. യെസ്, നമ്മള് ഗുഡ് ഫ്രണ്ട്സാ അല്ലേ? താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്. മതിയടാ, എത്ര തവണ താങ്ക്സ് പറയും? ശരി, എന്റെ കൂടെ ഫ്രണ്ട് ആയതുപോലെ നിലയുടെ കൂടെയും ഫ്രണ്ട് ആവണം. കൈ കൊടുക്ക. നോ നോ നോ, അത് മാത്രം പറ്റില്ല. നില എപ്പോഴും എന്റെ കോമ്പറ്റീറ്ററാ. ഇത് നോക്കടാ, ഒരു ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടുപേരും ഫുൾ മാർക്ക് വാങ്ങി. അപ്പൊ രണ്ടുപേർക്കും ഫ്രണ്ട് ആയിക്കൂടെ? കോമ്പറ്റീഷൻ അവിടെ ഇരുന്നോട്ടെ, കാരണം തമ്മില് മത്സരിച്ച് പഠിച്ചാലേ നമുക്കതില് ജയിക്കാൻ പറ്റൂ. അതുകൊണ്ട് മുഖം ഇങ്ങനെ കേറ്റി വെച്ച് അവളെ കണ്ണുരുട്ടി കാണിക്കുന്നത്, ദേഷ്യപ്പെടുന്നത്, അതൊന്നും ഒരു രസമല്ലടാ കവൻ. ആന്റി പറയുന്ന നീ കേൾക്കുവല്ലയോ? നിലയുടെ കൂടെ ഫ്രണ്ട് ആവും. ഈ കാര്യത്തില് ഞാൻ ആര് പറഞ്ഞാലും അനുസരിക്കാൻ പോണില്ല. എന്റെ ക്ലാസ്സിൽ രണ്ടുപേര് തമ്മിലാ മത്സരം. ഒന്ന് കവിനും ഒന്ന് നിലയും. എത്ര ക്യൂട്ടായിട്ടാ നീ സംസാരിക്കുന്നെ. മിടുക്കനായിട്ടിരിക്കുന്നു. നിലയുടെ കൂടെ നീ ഫ്രണ്ട് ആയാല് ഓൾ പ്രോബ്ലം സോൾവ്ഡ് അല്ലേ? ഇല്ല ഇല്ല, എപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു ശത്രു ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലേ ആ ശത്രുവിനെ നമുക്ക് പുറകിലാക്കി ഓടാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞതല്ല, എന്റെ അച്ഛമ്മ പറഞ്ഞതാ. ഞാൻ പറഞ്ഞ നീ കേക്കില്ലേ? അപ്പോ ആന്റി എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും.
പക്ഷെ ഈ കാര്യത്തിൽ മാത്രം ഞാൻ അനുസരിക്കില്ല. കവിൻ എന്നെ കെട്ടിപ്പിടിച്ച ഉടനെ എന്റെ മനസ്സ് നിറഞ്ഞതുപോലെ. ഇവൻ ഏതോ ഒരു വീട്ടിലെ കുഞ്ഞല്ലേ, പക്ഷെ മരിച്ചുപോയ എന്റെ കുഞ്ഞെന്നെ പെട്ടെന്ന് വന്ന് കെട്ടിപ്പിടിച്ചതുപോലെ തോന്നി. എനിക്കിപ്പോ എന്തൊക്കെയാ തോന്നുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്നാ പോവാം. എന്താടാ കവിൻ, നിന്റെ വീട്ടിൽ നിന്ന് നിന്നെ കൊണ്ടുപോവാൻ ആരും വന്നില്ലേ? എന്റെ അച്ഛൻ വരാനുള്ള സമയമായി, പക്ഷെ എന്താ വരാത്തെന്ന് അറിയില്ല. ഇനിയൊരു പക്ഷെ വന്നോണ്ടിരിക്കുമായിരിക്കോ? സിറ്റിയിൽ ഇപ്പൊ ട്രാഫിക് കൂടുതലല്ലേ? അല്ല, എന്റെ അച്ഛൻ വരുന്നുണ്ടെങ്കി അവിടെ നേരത്തെ വന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ എന്താ വരാത്തെന്ന് അറിയില്ല.